ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി സൂപ്പർ കപ്പിന്റെ ഫൈനൽ പോരാട്ടം നടക്കുന്നത് നാളെയാണ്. ഇന്ത്യ സമയം രാത്രി 9:45 മത്സരം. അൽ നാസറും അൽ ഹിലാലും തമ്മിലാണ് സൗദി സൂപ്പർ കപ്പിന്റെ നാളത്തെ ഫൈനൽ പോരാട്ടം. ഇന്ത്യയിൽ സോണി സ്പോർട്സ് ആണ് തത്സമയം ഈ ഒരു ഫൈനൽ പോരാട്ടം, അതുപോലെ സൗദി സൂപ്പർ കപ്പ് ഒക്കെ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് സോണി സ്പോർട്സ് ആണ്. നാളെ ഇന്ത്യൻ സമയം രാത്രി 9:45 മത്സരം. അൽ തവൂൺ FCയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അൽ നാസർ പരാജയപ്പെടുത്തിയത്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ മികച്ചു നിന്നൊരു മത്സരം കൂടിയായിരുന്നു. മറുവശത്ത് അൽ അഹ്ലിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തിയാണ് അൽ ഹിലാലിന്റെ വരവ്. ഇരു ടീമുകളും ഒരു ആവേശകരമായ പോരാട്ടത്തിനാണ് സൗദി സൂപ്പർ കപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ സൗദി പ്രോ ലീഗ് ചാമ്പ്യന്മാരായത് അൽ ഹിലാലാണ്. അൽ നാസർ രണ്ടാമതായിട്ടാണ് ഫിനിഷ് ചെയ്തത്. നിലവിൽ 1-2 സ്ഥാനക്കാർ തമ്മിലുള്ള കഴിഞ്ഞ സീസണിലെ സൗദി പ്രോ ലീഗിലെ ചാമ്പ്യന്മാരും 2ാം സ്ഥാനക്കാരും തമ്മിലുള്ള ഒരു ഫൈനൽ അല്ലെങ്കിൽ ഒരു ആവേശകരമാവാൻ പോകുന്ന ഫൈനൽ പോരാട്ടം കൂടിയാണിത്. എന്തായാലും നിലവിൽ അൽ ഹിലാലിന്റെ അലക്സാൻഡ്രോ മിട്രോവിച്ചിനെ പൂട്ടുക തന്നെയായിരിക്കും ശരിക്കും അൽ നാസറിന്റെ വലിയ വെല്ലുവിളി. കഴിഞ്ഞ സീസണിൽ സൗദി പ്രോ ലീഗിൽ 28 മത്സരങ്ങളിൽ നിന്നും 28 ഗോളുകൾ നേടിയിട്ടുണ്ട് അലക്സാൻഡ്രോ മിട്രോവിച്ചിന്റെ ഒരു മികച്ച ഗോളിൽ നിന്ന് തന്നെയാണ് അൽ ഹിലാൽ അൽ അഹ്ലിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കൊണ്ടുപോയതും ആ ഒരു മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയിച്ചതും. അൽ അഹ്ലി ഫിർമിഞ്ഞോയിലൂടെ ലീഡ് എടുത്ത മത്സരം കൂടിയായിരുന്നു. പക്ഷേ അലക്സാൻഡ്രോ മിട്രോവിച്ചിന്റെ ഹെഡർ ഗോളിലൂടെയാണ് ആ ഒരു മത്സരത്തിൽ അൽ ഹിലാൽ മത്സരത്തിലേക്ക് തിരിച്ചു വന്നത്. മറുവശത്ത് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഗോൾ കണ്ടെത്തിയിരുന്നു. അൽ നാസറിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും ഫോമിലാണ്. മറുവശത്ത് മിട്രോവിച്ചും ഫോമിലാണ്. അലക്സാൻഡ്രോ മിട്രോവിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെ ആയിരിക്കും നാളത്തെ സൗദി സൂപ്പർ കപ്പ് ഫൈനൽ പോരാട്ടം. മിട്രോവിച്ചിനെ പൂട്ടുക എന്നതായിരിക്കും അൽ നാസറിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. കഴിഞ്ഞ സീസണിൽ സൗദി പ്രോ ലീഗിൽ കണ്ടതാണ് മിട്രോവിച്ചിന്റെ മികച്ച ഫോം. അദ്ദേഹം ആ ഫോം നിലവിലും തുടരുന്നുണ്ട്. മിട്രോവിച്ചിന്റെ ഗോളിൽ തന്നെയാണ് അൽ അഹ്ലിക്കെതിരെയുള്ള മത്സരം സമനില പിടിക്കുന്നു. അതിനുശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ അൽ അഹ്ലിയെ പരാജയപ്പെടുത്തി ഹിലാൽ ഫൈനലിന് ടിക്കറ്റ് എടുത്തത്. മറുവശത്ത് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ഫോമിലാണ്, മികച്ച ഫോമിലാണ്. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അൽ നാസറിന്റെ കൂടെ ഒരു ട്രോഫി നേടാനുള്ള ഒരു സുവർണ അവസരമാണ്. സൗദി സൂപ്പർ കപ്പ് വിജയത്തോടു കൂടി സൗദി പ്രോ ലീഗിലേക്ക് അവർക്ക് അല്ലെങ്കിൽ പുതിയ സീസണിന് തുടങ്ങാം. അവർക്ക് എന്തായാലും ഫൈനൽ പോരാട്ടം ആവേശകരമാവും. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും മറുവശത്ത് മിട്രോവിച്ചും തമ്മിലുള്ള പോരാട്ടമായിരിക്കും. അലക്സാൻഡ്രോ മിട്രോവിച്ചിനെ പൂട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ അലക്സാൻഡ്രോ മിട്രോവിച്ചിനെ ഈ ഒരു മത്സരത്തിൽ പൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ശരിക്കും അൽ നാസറിന് ട്രോഫിക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കേണ്ടി വരും, വീണ്ടും നിരാശപ്പെടേണ്ടി വരും. എന്നാലും അലക്സാൻഡ്രോ മിട്രോവിച്ചിനെ പൂട്ടുക എന്നത് തന്നെയാണ് വലിയ വെല്ലുവിളി. അൽ നാസർ നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളി. മറുവശത്താകട്ടെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോമിലാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പൂട്ടാനായിരിക്കും അൽ ഹിലാലും ശ്രമിക്കുന്നത്. എന്തായാലും മിട്രോവിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ള ഒരു ഫൈനൽ പോരാട്ടം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഫൈനലിൽ മിട്രോവിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോ തമ്മിലുള്ള ഒരു പോരാട്ടം കൂടിയായിരിക്കും. കാത്തിരുന്ന് കാണാം. നാളെ ഇന്ത്യ സമയം രാത്രി 9:45 സൗദി സൂപ്പർ കപ്പിന്റെ ഫൈനൽ പോരാട്ടം.